ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ തെറ്റുകൂടാതെ സംസാരിക്കണം, അല്ലെങ്കിൽ തെറ്റുകൂടാതെ എഴുതണം എന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? പക്ഷേ പലരും പല മിസ്റ്റേക്സും വരുത്താറുണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന ചില മിസ്റ്റേക്സ് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ ആ മിസ്റ്റേക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മിസ്റ്റേക്സ് എങ്കിലും നമുക്ക് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ഒഴിവാക്കാമല്ലോ. അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ മാത്രം ഇന്ന് നമുക്ക് നോക്കാം, വളരെ കോമൺ ആയിട്ട് ചിലരൊക്കെ വരുത്തുന്ന മിസ്റ്റേക്സ്. ഒരു സെൻറ്റൻസ്, ഐ സ്റ്റേയ്ഡ് ഡ്യൂറിങ് 3 weeks. ഈ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണ് എന്നൊന്ന് ആലോചിക്കുക. ഐ സ്റ്റേയ്ഡ് ഡ്യൂറിങ് 3 weeks. ഇവിടെ ഡ്യൂറിങ് എന്ന വാക്കാണ് തെറ്റ്. ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് എപ്പോൾ സംഭവിച്ചു എന്നതിന് ആൻസർ പറയുമ്പോൾ നമുക്ക് ഡ്യൂറിങ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിങ് ദ ക്ലാസ്, ക്ലാസ്സിൻ്റെ സമയത്താണ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് ദ ഫങ്ഷൻ, ആ ഫങ്ഷൻ്റെ സമയത്താണ്, ആ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാണ്. ഡ്യൂറിങ് ദ മീറ്റിംഗ്, ആ മീറ്റിങ്ങിൻ്റെ സമയത്താണ്. ഡ്യൂറിങ് ദി ഇൻ്റർവെൽ സമയത്താണ്. അപ്പോൾ എപ്പോഴാണ് സംഭവിച്ചത്, വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡ്യൂറിങ് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ അതല്ല ഉപയോഗിച്ചിരിക്കുന്നത്. വി സ്റ്റേയ്ഡ് ഡ്യൂറിങ് 3 weeks എന്ന് പറയുമ്പോൾ 3 weeks എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. എത്ര നാൾ സ്റ്റേ ചെയ്തു, താമസിച്ചു എന്നാണ്. അപ്പോൾ വി സ്റ്റേയ്ഡ് ഫോർ 3 weeks എന്നാണ് പറയേണ്ടത്. ഫോർ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്, ഡ്യൂറിങ് അല്ല. ഐ വാസ് വെരി ബോർഡ് ഡ്യൂറിങ് ദ ഫ്ലൈറ്റ്. ഫ്ലൈറ്റിലിരിക്കുന്ന സമയത്ത് ഞാൻ വല്ലാതെ ബോറടിച്ചു എന്നാണ്. ഐ വാസ് ബോർഡ് ഡ്യൂറിങ് ദ ഫ്ലൈറ്റ്. അപ്പോൾ എപ്പോഴാണ് ബോറടിച്ചത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡ്യൂറിങ് ദ ഫ്ലൈറ്റ് എന്ന് ഉപയോഗിച്ചത്. ഐ വാസ് റിയലി ഫോക്കസ്ഡ് ഡ്യൂറിങ് ദ ക്ലാസ്. ഞാൻ നല്ല ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു, അതിനകത്ത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഡ്യൂറിങ് ദ ക്ലാസ്, ക്ലാസ്സിൻ്റെ സമയത്ത്. ഐ വാസ് റിയലി ഫോക്കസ്ഡ് ഡ്യൂറിങ് ദ ക്ലാസ്. ഐ വിൽ കോൾ യു ഡ്യൂറിങ് മൈ ലഞ്ച് ബ്രേക്ക്. എൻ്റെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ നിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു. എപ്പോഴാണ് വിളിക്കുന്നത്, ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. ഐ വിൽ കോൾ യു ഡ്യൂറിങ് മൈ ലഞ്ച് ബ്രേക്ക്, ബട്ട് ഐ ക്യാൻ ടോക്ക് ടു യു ഓൺലി ഫോർ 10 minutes. പക്ഷേ നിന്നോട് എനിക്ക് സംസാരിക്കാൻ 10 minutes മാത്രമേ പറ്റുള്ളൂ എന്നാണ്. ആ വിളിക്കുന്ന ഡ്യൂറേഷനാണ് ഫോർ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്നത്. ഫോർ 10 minutes. അതേസമയം എപ്പോൾ വിളിക്കും എന്നതിന് ഉപയോഗിച്ചത് ഡ്യൂറിങ് ആണ്, ഡ്യൂറിങ് മൈ ലഞ്ച് ബ്രേക്ക്. ബട്ട് ഐ ക്യാൻ ടോക്ക് ഓൺലി ഫോർ 10 minutes. ഇനി നമുക്ക് ഫോർ എന്ന് ഉപയോഗിക്കുന്നതും അതുപോലെ ഡ്യൂറിങ് എന്ന് ഉപയോഗിക്കേണ്ടതുമായ ചില കോണ്ടെക്സ്റ്റുകൾ പറയാം. ഒന്ന് ശ്രദ്ധിക്കൂ. ഡ്യൂറിങ് ദ സമ്മർ, ഡ്യൂറിങ് ദ മീറ്റിംഗ്, ഡ്യൂറിങ് ദ നൈറ്റ്, ഡ്യൂറിങ് ദ ഹോളിഡേ, ഡ്യൂറിങ് വാർ, ഡ്യൂറിങ് ലഞ്ച്, during the movie, during class, during my stay, for 2 weeks, for an hour, for 5 days, for a long time, for several months, for 20 minutes, for a few years, for 10 seconds, for a lifetime. അടുത്ത ഒരു സെൻറ്റൻസ്, we had a nice travel to the beach. ഇവിടെയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക്? ട്രാവൽ എന്നുപയോഗിച്ചിരിക്കുന്നതാണ് മിസ്റ്റേക്ക്. നമ്മൾ സാധാരണ ട്രാവൽ എന്നുപയോഗിക്കാറുണ്ട് യാത്ര എന്നതിന് പകരമായിട്ട്. അതുപോലെ തന്നെ ജേണി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ട്രിപ്പ്, ഇതും യാത്ര എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ട്രാവൽ, ട്രിപ്പ്, അതുപോലെ ജേണി, ഈ 3 വാക്കുകളും ഉപയോഗിക്കുമ്പോഴുള്ള അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നതിനുള്ള വ്യത്യാസം കൊണ്ടാണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് വരുന്നത്. വി ഹാഡ് എ നൈസ് ട്രാവൽ ടു ദ ബീച്ച് എന്ന് പറഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആണ്. ട്രാവൽ എന്ന് ഉപയോഗിക്കുന്നത് സാധാരണ ഒരു വേർബായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നൗണായിട്ടും ഉപയോഗിക്കാം. നൗണായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ യാത്ര എന്ന് തന്നെയാണ് മീനിങ്. പക്ഷേ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊരു ജനറൽ ആക്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ലവ് ഫോറിൻ ട്രാവൽ. ഐ ലവ് ഫോറിൻ ട്രാവൽ. ഫോറിനിലേക്ക് ട്രാവൽ ചെയ്യുന്നത്, ആ ഒരു ട്രാവൽ, ആ ഒരു യാത്ര എനിക്കിഷ്ടമാണ്.
കാരണം ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് വേറെ കൺട്രീസൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഐ ലവ് ഫോറിൻ ട്രാവൽ. ഫോറിൻ ട്രാവൽ ഹെൽപ്സ് ഓപ്പൺ യുവർ മൈൻഡ്. നമുക്ക് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവും പല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ, ഇല്ലേ? അപ്പോൾ ഐ ലവ് ഫോറിൻ ട്രാവൽ. അവിടെ ട്രാവൽ എന്നത് നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാവൽ എന്നത് ഒരു വേർബായിട്ട് ഉപയോഗിക്കാം. ട്രാവൽ ചെയ്യുക, യാത്ര ചെയ്യുക എന്നർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഐ ലവ് ടു ട്രാവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്. ഐ ലവ് ടു ട്രാവൽ. നോക്കൂ, ടു ട്രാവൽ, ട്രാവൽ എന്നത് വേർബാണ് അവിടെ. ഇനി ട്രിപ്പ് എന്നതും മലയാളത്തിൽ നമ്മളതിൻ്റെ മീനിങ് പറയുമ്പോൾ യാത്ര എന്ന് തന്നെയാണ്. പക്ഷേ അത് ഒരു സ്പെസിഫിക് വിസിറ്റിനെയാണ് അങ്ങനെ പറയുന്നത്. ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, അതാണ് ട്രിപ്പ്. ഗോയിങ് ദർ, സ്പെൻഡിങ് ടൈം ദർ ആൻഡ് കമ്മിങ് ബാക്ക്. വി ടുക്ക് എ വീക്കെൻഡ് ട്രിപ്പ് ടു ദ മൗണ്ടൻസിലേക്ക് ഒരു വീക്കെൻഡിൽ ഒരു ട്രിപ്പ് നടത്തി നമ്മൾ. അപ്പോൾ എന്താണ്, അവിടെ പോയി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു, തിരിച്ചു വന്നു, അതാണ് ട്രിപ്പ്. ഇനി ജേണി എന്ന് പറയുന്നതിനും നമ്മൾ യാത്ര എന്ന് പറയും മലയാളത്തിൽ. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, ആ പ്രോസസ് ഓഫ് ഗോയിങ്, അതാണ് ജേണി. ദ ജേണി അക്രോസ് ദ കൺട്രി വാസ് ഇൻക്രെഡിബിൾ. കൺട്രിയുടെ അക്രോസ് ഒരു യാത്ര നടത്തി, അത് വളരെ നല്ലതായിരുന്നു. വളരെ ഇൻക്രെഡിബിൾ മീൻസ് വളരെ അവിശ്വസനീയമായിരുന്നു എന്ന്. അത്രയ്ക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. ദ ജേണി അക്രോസ് ദ കൺട്രി വാസ് ഇൻക്രെഡിബിൾ. അപ്പോൾ ആ പോകുന്ന ആ ഒരു യാത്ര, ആ പ്രോസസ് ഓഫ് ഗോയിങ്, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ എന്താണ്, ട്രിപ്പ് എന്താണ്, അതുപോലെ തന്നെ ജേണി എന്താണ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വി ഹാഡ് എ നൈസ് ട്രാവൽ ടു ദ ബീച്ച് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. നമ്മൾ ബീച്ചിലേക്ക് പോകുന്നു, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട വേർഡ് വി ഹാഡ് എ നൈസ് ട്രിപ്പ് ടു ദ ബീച്ച് എന്നാണ്. ഇനി ട്രിപ്പ്, ജേണി, അതുപോലെ ട്രാവൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചില സിറ്റുവേഷൻസ് ഉണ്ട്, ചില കോണ്ടെക്സ്റ്റുകളുണ്ട്. ചില വാക്കുകളുമായിട്ട്, ചില ഗ്രൂപ്പ് ഓഫ് വേർഡ്സുമായിട്ട് അത് ചേർന്ന് വരുന്നു. അത്തരത്തിലുള്ള ചില എക്സാമ്പിൾസ് നോക്കൂ. ട്രാവൽ എറൗണ്ട് ദ വേൾഡ്, ട്രാവൽ എബ്രോഡ്, travel to Europe, travel for work, travel by plane, travel by train, travel overseas, travel for fun, travel with friends, travel internationally. A business trip, a weekend trip, a school trip, a road trip, a day trip, a family trip, a short trip, a sightseeing trip, a holiday trip, a memorable trip, a business trip, journey through the desert, journey across the ocean, journey through the forest, journey across the country, journey to the office, journey to the mountains, journey across the valley, journey from town to town. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ ആം യൂസ് ടു പ്ലേ ഫുട്ബോൾ എവറി സാറ്റർഡേ. ഇതും സെൻറ്റൻസ് റോങ് സെൻറ്റൻസ് ആണ്. ആം യൂസ് ടു എന്ന് ഉപയോഗിച്ചതാണ് അവിടെ മിസ്റ്റേക്ക്. സാധാരണ നമ്മൾ സെൻറ്റൻസുകളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോഴൊക്കെ കൺഫ്യൂഷൻ വരുന്ന 3 ഫ്രേസസ് ഉണ്ട്. ഒന്ന് ബി യൂസ്ഡ് ടു, അതുപോലെ തന്നെ യൂസ്ഡ് ടു, പിന്നെ വേറൊരു വേർഡാണ് യൂഷ്വലി. ബി യൂസ് ടു എന്ന് പറഞ്ഞാൽ ഐ ആം യൂസ് ടു, ആം ഉപയോഗിക്കാം അവിടെ. ഹി ഈസ് യൂസ് ടു, ഈസ് ഉപയോഗിക്കാം. ദേ ആർ യൂസ് ടു, ആർ ഉപയോഗിക്കാം. അങ്ങനെ ബി ഫോംസ് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ഉപയോഗിക്കാം സബ്ജക്റ്റ് അനുസരിച്ച്. ഇനി അതല്ലാതെ യൂസ്ഡ് ടു എന്ന ഒരു ഫ്രേസ് ഉണ്ട്, അതുപോലെ തന്നെ യൂഷ്വലി എന്ന വാക്കും. ഇത് തമ്മിൽ എന്താണ് കൺഫ്യൂഷൻ വരാൻ കാരണം? യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ്സ് കാണിക്കുന്നതിനാണ്. പാസ്റ്റ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ അങ്ങനെ ചെയ്തിരുന്നു, അതൊരു ശീലമായി തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല.
ഇപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയില്ലേ, കുറേ കാലം മുമ്പ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അല്ല. അവിടെയാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഐ യൂസ് ടു ലീവ് ഇൻ എ സ്മോൾ അപ്പാർട്ട്മെൻറ്റ്. ഐ യൂസ് ടു ലീവ് ഇൻ എ സ്മോൾ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്മോൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അല്ല. പണ്ട് താമസിച്ചിരുന്നു, പണ്ട് കുറേ കാലം താമസിച്ചിരുന്നു. അവിടെ ഐ യൂസ്ഡ് ടു. ഐ യൂസ് ടു സ്മോക്ക് ബട്ട് ഐ ക്വിറ്റ്. ഐ യൂസ് ടു സ്മോക്ക്. ഞാൻ സ്മോക്കിംഗ് എൻ്റെ ഒരു ശീലമായിരുന്നു, ഞാൻ സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ അല്ല. ബട്ട് ഐ ക്വിറ്റ്, ഞാനത് വിട്ടു. അപ്പോൾ അവിടെ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ പാസ്റ്റിലെ സിറ്റുവേഷൻസ് പറയുന്നതിനാണ്. ഇനി അടുത്തത് ബി യൂസ് ടു എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഐ ആം യൂസ് ടു, വി ആർ യൂസ് ടു, ഹീ ഈസ് യൂസ് ടു, ദേ ആർ യൂസ് ടു, യു ആർ യൂസ് ടു എന്നൊക്കെ ഉപയോഗിക്കാം. അത് ആർ എന്ന ഒരു ബി ഫോം, ആർ, ഈസ്, ആം എന്നൊക്കെയുള്ള ബി ഫോംസ് അതിന് മുന്നിൽ ഉപയോഗിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ട് സിറ്റുവേഷൻസിലാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി, ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുകയാണ്, ഒരു വേറൊരു കൺട്രിയിൽ പോയി താമസിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെയുള്ള ശീലങ്ങളൊന്നും അവിടെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടില്ല. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് അത് നോർമലായിട്ട് മാറും, നമുക്കത് ശീലമായി മാറും. അതാണ് ഐ ആം യൂസ് ടു ഇറ്റ് നൗ. ഐ ആം യൂസ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കത് ശീലമായി. ഹീ ഈസ് യൂസ് ടു, ഹീ ഈസ് യൂസ് ടു ഇറ്റ് നൗ. ഇപ്പോൾ അത് അവന് ശീലമായി. അതാണ് മുൻപ് ഉണ്ടായിരുന്ന മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അത് ശീലമായി. അതാണ് ഈ ബി യൂസ് ടു ഉപയോഗിക്കുന്നത് അവിടെയാണ്. നൗ ഐ ആം യൂസ് ടു ദ സ്പാനിഷ് വേ ഓഫ് ലൈഫ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു സ്പെയിനിലെ ജീവിതം ഒക്കെ പരിചയമായി, എനിക്കത് ശീലമായി. നൗ ഐ ആം യൂസ് ടു ദ സ്പാനിഷ് വേ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ സ്പെയിനിൽ ഇപ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്ന ആൾക്ക് അത് ശീലമാവില്ല, പിന്നീട് അത് പതുക്കെ പതുക്കെ അത് ശീലമാവും. അപ്പോൾ അയാൾക്ക് പറയാം നൗ ഐ ആം യൂസ്ഡ് ടു, ഐ ആം യൂസ് ടു ദ സ്പാനിഷ് വേ ഓഫ് ലൈഫ്. അവിടെ ഐ ആം ഉണ്ട്, ബി ഉണ്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലായല്ലോ. ഇനി വേറൊരു വാക്കുകൂടി പറഞ്ഞു കൺഫ്യൂഷൻ ആവുന്നത് യൂഷ്വലി. യൂഷ്വലി എന്ന് ഉപയോഗിക്കുന്നത് സാധാരണയായി എന്നാണ് അതിൻ്റെ മീനിങ്. സാധാരണ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറുണ്ട്. വി യൂഷ്വലി ഗോ ഔട്ട് ഫോർ ഡിന്നർ ഓൺ ഹോളിഡേയ്സ്. ഒഴിവ് ദിവസങ്ങളിൽ, ഹോളിഡേയ്സിൽ ഞങ്ങൾ സാധാരണ പുറത്തുപോയി ഡിന്നർ കഴിക്കാറുണ്ട്. വി യൂഷ്വലി ഗോ ഔട്ട് ഫോർ ഡിന്നർ ഓൺ ഹോളിഡേയ്സ്. ഇതിനർത്ഥം എല്ലാ ഹോളിഡേയ്സിലും ഡിന്നർ കഴിക്കാൻ പുറത്തു പോകും എന്നല്ല, സാധാരണയായിട്ട് അങ്ങനെ പോകാറുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 2 ദിവസം പോയിട്ടുണ്ടാവില്ല. സാധാരണയായിട്ട് ഹോളിഡേയ്സിൽ പുറത്തു പോയി ഡിന്നർ കഴിക്കാറുണ്ട്. അവിടെ യൂഷ്വലി ഉപയോഗിക്കാം. അത് പ്രസൻറ്റിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണത്. അപ്പോൾ ഐ ആം യൂസ് ടു പ്ലേ ഫുട്ബോൾ എവറി സാറ്റർഡേ വെൻ ഐ വാസ് എ ചൈൽഡ്. I am used to play football every Saturday when I was a child. ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എന്നും സാറ്റർഡേയ്സിൽ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. ഇതൊരു പാസ്റ്റ് ഹാബിറ്റ് അല്ലേ? അപ്പോൾ ആ സെൻറ്റൻസ് റോങ് ആണ് എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഐ ആം യൂസ് ടു വേണ്ട, ഐ യൂസ് ടു മതി. ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ, കാരണം യൂസ് ടു ആണ് പാസ്റ്റ് ഹാബിറ്റ് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രേസ്. I used to play football every Saturday when I was a child. ഇനി വേറൊരു സെൻറ്റൻസ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ. ലെറ്റ്സ് മീറ്റ് ഇൻ ഫ്രൈഡേ അറ്റ് 2 PM. ഈ സെൻറ്റൻസ് മിസ്റ്റേക്കാണ്. എന്താണ് മിസ്റ്റേക്ക്? അവിടെ പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ ആണ്. അതുതന്നെയാണ് അവിടെ മിസ്റ്റേക്ക്. പ്രപ്പോസിഷൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഗ്രാമർ അല്ല, എങ്കിലും പലരും മിസ്റ്റേക്സ് വരുത്താറുണ്ട്. ഡേയ്സിൻ്റെ മുന്നിൽ ഉപയോഗിക്കുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഓൺ ഫ്രൈഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ മൺഡേ, അങ്ങനെ. മൈ ബർത്ത്ഡേ ഈസ് ഓൺ ഫ്രൈഡേ. ഇനി മന്ത്സ് പറയുമ്പോഴാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻ ആണ്. ദ ഈവൻറ്റ് ഈസ് ഇൻ ജൂൺ, ദ ഫൈനൽ ഈസ് ഇൻ മെയ്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പറയുമ്പോൾ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. ലെറ്റ്സ് മീറ്റ് അറ്റ് 7 PM. അറ്റ് 7 PM വളരെ കൃത്യമായ ഒരു ടൈമാണ്. അറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ലെറ്റ്സ് മീറ്റ് ഇൻ ഫ്രൈഡേ അറ്റ് 2 PM എന്ന് പറഞ്ഞാൽ
അത് റോങ് സെൻറ്റൻസ് ആണ്. ലെറ്റ്സ് മീറ്റ് ഓൺ ഫ്രൈഡേ അറ്റ് 2 PM എന്നാണ് പറയേണ്ടത്. എപ്പോഴും ഓൺ ഉപയോഗിക്കുന്നത് ആ ഡേയ്സ് ഓഫ് ദ വീക്കിന് മാത്രം അല്ല, വേറെ പല സിറ്റുവേഷൻസിലും നമുക്ക് അത് ഉപയോഗിക്കാം. ഓൺ എന്നത് എവിടെയൊക്കെയാണ് ഓൺ ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഇൻ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് എവിടെയൊക്കെയാണ്, അറ്റ് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് നോക്കൂ. ചൈൽഡ്, ഓൺ മൺഡേ, ഓൺ മൈ ബർത്ത്ഡേ, ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ന്യൂ ഇയേഴ്സ് ഈവ്, ഓൺ വാലന്റൈൻസ് ഡേ, ഓൺ ഏപ്രിൽ ഫൂൾസ് ഡേ, ഓൺ മെയ് 15th, on Independence Day, on my first day at work, in May, in 2022, in summer, in the 21st century, in the morning, in October, in December, in spring, in autumn, at 8 o'clock, at midnight, at noon, at sunrise, at sunset, at lunchtime, at the right time, at the crack of dawn, at any given time, at 3 o'clock sharp. I will be leaving my job late today. ഈ സെൻറ്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക്? ഇവിടെ ജോബ് എന്ന ഒരു വാക്കും അതുപോലെ വർക്ക് എന്ന വാക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാകാത്തത് കൊണ്ടാണ് ആ കൺഫ്യൂഷൻ വരുന്നത്. ജോബ് എന്ന് നമ്മൾ പറയുന്നത് ഒരു സ്പെസിഫിക് റോൾ ആണ്. ഹി ഹാസ് എ ന്യൂ ജോബ് ആസ് എ ടീച്ചർ. അവിടെ ജോബാണ് ഉപയോഗിക്കേണ്ടത്. ഐ ലവ് മൈ ജോബ്. വാട്ട്സ് യുവർ ജോബ്? പിന്നെ വർക്ക് എന്നത് സാധാരണയായിട്ട് നമുക്ക് ഒരു വേർബായിട്ട് ഉപയോഗിക്കാം. വർക്ക് എന്ന് പറയുന്നത് ജോലി ചെയ്യുക എന്ന അർത്ഥത്തിൽ. ഐ വർക്ക് മൺഡേ ടു ഫ്രൈഡേ. ഞാൻ മൺഡേ മുതൽ ഫ്രൈഡേ വരെ ജോലി ചെയ്യുന്നു. ഇനി അതൊരു നൗണായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ് വർക്ക് എന്ന് പറയുമ്പോൾ. ഐ ഹാവ് സോ മച്ച് വർക്ക് ടു ഡു. എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ഇനി വർക്ക് എന്നത് നമുക്ക് വർക്ക് ചെയ്യുന്ന പ്ലേസ്, വർക്ക് പ്ലേസ്, ആ സ്ഥലം, ആ ഫിസിക്കൽ ലൊക്കേഷൻ, അതിനും നമുക്ക് വർക്ക് എന്ന് തന്നെ ഉപയോഗിക്കാം. ഷീ ലവ്സ് ഹെർ ജോബ് ബട്ട് ഷീ ഓൾവേസ് ലീവ്സ് വർക്ക് വെരി ലേറ്റ്. ഷീ ലവ്സ് ഹെർ ജോബ്. അവൾ അവളുടെ ജോലി ഇഷ്ടപ്പെടുന്നു. ബട്ട് ഷീ ഓൾവേസ് ലീവ്സ് ഹെർ വർക്ക് വെരി ലേറ്റ്. ഇവിടെ നോക്കൂ, ലീവ്സ് ഹെർ വർക്ക് എന്ന് പറയുന്നത് വർക്ക് പ്ലേസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസിൽ അവിടെ മിസ്റ്റേക്ക് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഐ വിൽ ബി ലിവിങ് മൈ ജോബ് ലേറ്റ് ടുഡേ എന്നല്ല പറയേണ്ടത്. ഐ വിൽ ബി ലിവിങ് മൈ വർക്ക് ലേറ്റ് ടുഡേ. ആ വർക്ക് പ്ലേസിൽ നിന്ന് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് പോരുന്നത് എന്നാണ് പറയുന്നത്. ഐ വിൽ ബി ലിവിങ് മൈ ജോബ് അല്ല, ഐ വിൽ ബി ലിവിങ് വർക്ക് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം അവിടെ വർക്ക് പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ബി ലിവിങ് മൈ വർക്ക് ലേറ്റ് ടുഡേ എന്നാണ് കറക്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കുറച്ച് സെൻറ്റൻസുകൾ, അതിൽ നിന്ന് കോമൺ ആയിട്ട് വരുത്തുന്ന ചില മിസ്റ്റേക്സ് മനസ്സിലായല്ലോ.